ഹലോ ഫ്രണ്ട്സ്, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് PWD ഇലക്ട്രോണിക്സ് വിങ്ങിൻ്റെ 28/12/2021 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. പാർട്ട് 1ഉം 2ഉം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആദ്യം അത് കാണുക. പാർട്ട് 3 ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 76. ഫസ്റ്റ് വെർഷൻ ഓഫ് GSM യൂസ്ഡ്. ഓപ്ഷൻസ് A 64 ഫുൾ ഡ്യൂപ്ലെക്സ് ചാനൽ, ഓപ്ഷൻ B 124 ഫുൾ ഡ്യൂപ്ലെക്സ് ചാനൽസ്, ഓപ്ഷൻ C 64 ഹാഫ് ഡ്യൂപ്ലെക്സ് ചാനൽസ്, ഓപ്ഷൻ D 124 ഹാഫ് ഡ്യൂപ്ലെക്സ് ചാനൽസ്. ഫസ്റ്റ് വെർഷൻ ഓഫ് GSM ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. അതിൻ്റെ ഫസ്റ്റ് വെർഷൻ വരുന്നത് ഏതായിരുന്നു? 124 ഫുൾ ഡ്യൂപ്ലെക്സ് ചാനലായിരുന്നു. അത് വന്നിട്ട് 900 MHz ബാൻഡിലായിരുന്നു അല്ലേ. അപ്പോൾ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 77. The minimum distance which allows the same frequency to be reused will depend on options A number of co-channel cells in the vicinity of center cell, option B the type of geographic terrain, option C the antenna height and transmitted power at each cell site, option D all of the above. നമുക്കറിയാം, ഒരു മിനിമം ഡിസ്റ്റൻസ് സെയിം ഫ്രീക്വൻസി തന്നെ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്താ ഫ്രീക്വൻസി റീയൂസ് ഡിസ്റ്റൻസ് അല്ലേ. ഫ്രീക്വൻസി റീയൂസ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് 3 അല്ലേ. അപ്പം അവിടുത്തെ നമ്പർ ഓഫ് കോ ചാനൽസും അതുപോലെ ജിയോഗ്രഫിക് ടെറൈനും ആൻറ്റിന ഹൈറ്റും അതിൻ്റെ ട്രാൻസ്മിറ്റഡ് പവറും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫ്രീക്വൻസി റീയൂസ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 78. The transmission power of a cell has to be limited in order to options A achieve higher capacity, option B avoid interference with the next cell using the same frequency, option C avoid multipath propagation, option D none of the above. എന്താണ് ട്രാൻസ്മിഷൻ പവർ ഓഫ് എ സെല്ല് ഹാസ് ടു ബി ലിമിറ്റഡ്? എന്തിന് മൂലമാണ് ലിമിറ്റ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ഇൻ്റർഫറൻസ് വിത്ത് ദ നെക്സ്റ്റ് സെൽ യൂസിങ് ദ സെയിം ഫ്രീക്വൻസി അല്ലേ. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 79. ദ ടൈം ഓവർ വിച്ച് എ സെൽ ഈസ് മെയ്ഡ് വിത്തിൻ എ സെൽ വിത്തൗട്ട് ഹാൻഡ് ഓഫ് ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് എ ഡിലേ ടൈം, ഓപ്ഷൻ ബി ഡ്വെൽ ടൈം, ഓപ്ഷൻ സി സീക്ക് ടൈം, ഓപ്ഷൻ ഡി ഗ്വാഡ് ടൈം. എന്താണ് ഹാൻഡ് ഓഫ് കൂടാതെ തന്നെ നമുക്കൊരു കോളിനെ ടൈം ഓവർ ചെയ്യാനുള്ള ആ ഒരു ടൈമിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡ്വെൽ ടൈം അല്ലേ. ഓപ്ഷൻ ബി ഡെൽ ടൈം ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 80. In fast fading, options A coherence time is greater than symbol time, option B coherence time is lesser than symbol time, option C coherence time is equal to symbol time, option D coherence time is independent of symbol time. ഫാസ്റ്റ് ഫെയ്ഡിങ് എന്താ? ഫാസ്റ്റ് ഫെയ്ഡിങ് എന്ന് പറയുന്നത്, ഫാസ്റ്റ് ഫെയ്ഡിങ് ഒക്കെ എപ്പോഴാണ്? ഒരു ചാനൽ ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ തന്നെ റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഫാസ്റ്റ് ഫെയ്ഡിങ് ഉണ്ടാകുന്നത് അല്ലേ. ഈ ഫാസ്റ്റ് ഫെയ്ഡിങ് നമുക്ക് കൊഹറൻസ് ടൈം എങ്ങനെയായിരിക്കും? ലെസർ ദാൻ സിമ്പിൾ പീരീഡ് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 81. ഇൻ FDM the frequency band overlapping is avoided using options A guard band, option B framing band, option C synchronizing pulses, option D none of the above. നമുക്കറിയാം FDM-ലാണെങ്കിൽ ഓവർലാപ്പിങ്ങിനെ അവോയ്ഡ് ചെയ്യുന്നത് ഏത് ബാൻഡാണ്? ഗാർഡ് ബാൻഡാണ് അല്ലേ. ഓപ്ഷൻ എ ഗാർഡ് ബാൻഡ്. ഈ ഗാർഡ് ബാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ 2 അഡ്ജസൻറ്റ് ചാനൽസിന് ഇടയിൽ വരുന്ന ഒരു സ്മോൾ അൺയൂസ്ഡ് ഫ്രീക്വൻസി പോർഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാർഡ് ബാൻഡ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 82. ഇൻ എ സെൽ which is the radio channel used for transmission of call setup, call request and call initiation? Options A forward channel, option B control channel, option C uplink channel, option D reverse channel. ഒരു സെല്ലിൽ കോൾ സെറ്റപ്പ്, കോൾ റിക്വസ്റ്റ്, കോൾ ഇനിഷ്യേഷൻ, പിന്നെ പേജിങ്, ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ഇൻഫർമേഷൻ, ഇതെല്ലാം വരുന്നത് ഏതാണ്? കൺട്രോൾ ചാനലാണ് അല്ലേ. കൺട്രോൾ ചാനലാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. Okay, next question number 83. The hand of operation involves options A identifying the MSC and the call will be connected to the MSC, option B identifies the voice channel to instruct the mobile telephone to ring, option C identifying a new base station and relocating the channel with the new base station, option D instruct the base station to move the call to an unused voice channel within the cell. ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? നമ്മൾ ഒരു ബേസ് സ്റ്റേഷനിൽ നിന്ന് അതിനെ റീലൊക്കേറ്റ് ചെയ്ത് ന്യൂ ബേസ് സ്റ്റേഷനിലേക്ക് മാറുന്നതാണ് അല്ലേ. അപ്പോൾ ഐഡൻറ്റിഫൈങ് എ ന്യൂ ബേസ് സ്റ്റേഷൻ ആൻഡ് റീലൊക്കേറ്റിംഗ് ദ ചാനൽ വിത്ത് ന്യൂ ബേസ് സ്റ്റേഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 84. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സിസ് സ്കീം ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻസ് എ QPSK, ഓപ്ഷൻ ബി BPSK, ഓപ്ഷൻ സി സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജി, ഓപ്ഷൻ ഡി BFSK. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സിസ് സ്കീം CDMA
എന്ത് ബേസിക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് എന്താണ്? സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജിയാണ് അല്ലേ? ഓപ്ഷൻ സി. ഇതിൽ QPSK, BPSK, BFSK ഇതൊക്കെ പറയുന്നത് അതിൻ്റെ അകത്തുള്ള മോഡുലേഷൻ ടെക്നിക്സ് ആണ് CDMA യൂസ് ചെയ്യുന്നത് അല്ലേ? അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 85. ഡിലേ സ്പ്രെഡ് ഈസ് ഡ്യൂ ടു ഓപ്ഷൻസ് എ മൾട്ടിപാത്ത് റിഫ്ലക്ഷൻ, ഓപ്ഷൻ ബി ഫ്രീക്വൻസി ഡിസ്പെർഷൻ, ഓപ്ഷൻ സി ഫ്രെസ്നൽ സോൺ, ഓപ്ഷൻ ഡി ഡോപ്ലർ എഫക്റ്റ്. ഡിലേ സ്പ്രെഡ് എന്താണ്? ഡിലേ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസീവറിൽ മൾട്ടിപാത്തിൽ വരുന്ന സിഗ്നലിൻ്റെ ലേറ്റസ്റ്റ് സിഗ്നലും ഏർലിയസ്റ്റ് സിഗ്നലും തമ്മിലുള്ള ടൈം ഡിഫറൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഡിലേ സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിലേ സ്പ്രെഡിന് കാരണമാകുന്നത് മൾട്ടിപാത്ത് റിഫ്ലക്ഷൻ അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 86. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ ഇൻ എ ഡെക്റ്റ് സിസ്റ്റം? DECT. എന്താണ് ഡെക്റ്റ് എന്ന് പറയുന്നത്? ഡിജിറ്റൽ എൻഹാൻസ്ഡ് കോഡ്ലെസ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണല്ലേ. ഇതിലെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എ ദ റേഞ്ച് ഈസ് ലിമിറ്റഡ് ടു about 300 meter from base station. Option B can handle handover but it is not designed to work at a high speed. Option C work at a frequency range of 1880 to 1990 megahertz. Option D all of the above. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ABC എല്ലാം തന്നെ ഡെക്റ്റ് സിസ്റ്റത്തിൽ വരുന്നതാണല്ലേ. അപ്പോൾ ഓപ്ഷൻ D all of the above എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 87. The channel capacity may be improved by using options A cell splitting, option B handoff, option C frequency hopping, option D channel spacing. ചാനൽ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് ഏത് വഴിയാണ്? സെൽ സ്പ്ലിറ്റിംഗ് വഴിയാണ് അല്ലേ. സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലാർജ് സെല്ലിനെ ഡിവൈഡ് ചെയ്ത് സ്മോളർ സെല്ലാക്കും. അപ്പോൾ നമുക്ക് ചാനൽ കപ്പാസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം ഓപ്ഷൻ എ സെൽ സ്പ്ലിറ്റിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 88. If bandwidth over which the channel has constant gain and linear phase response is smaller than the bandwidth of the transmitted signal, the received signal undergoes dash. Options A flat fading, option B relay fading, option C frequency selective fading, option D slow fading. ഏതാണ്? ഓപ്ഷൻ സി ഫ്രീക്വൻസി സെലക്റ്റീവ് ഫേഡിംഗ് ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 89. Dash is a dynamic database which store all important information needed for users currently associated to the MSC. Options A ISDN, option B VLR, option C HLR, option D EIR. എന്താണ്? ഒരു ഇൻഫർമേഷൻ അസോസിയേറ്റഡ് ടു MSC സ്റ്റോർ ചെയ്യുന്നത് ഏതിലാണ്? VLR ആണല്ലേ. VLR എന്ന് പറയുമ്പോൾ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ അല്ലേ. ഓപ്ഷൻ ബി VLR ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 90. In mobile communication, the commonly used shape of a cell is hexagon because options A fewer number of cells are required, option B provide maximum processing density than any other geometrical shape, option C it leaves no uncovered area, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും ABC എല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? നമ്മൾ ഹെക്സഗൺ ഷേപ്പ് സെലക്ട് ചെയ്യാനുള്ള റീസൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 91. വിച്ച് ഓഫ് ദ ഫോളോവിങ് മൾട്ടിപ്പിൾ ആക്സിസ് സ്കീം ഈസ് യൂസ്ഡ് ഫോർ സോഫ്റ്റ് ഹാൻഡ് ഓവർ? ഓപ്ഷൻസ് എ FDMA, ഓപ്ഷൻ ബി TDMA, ഓപ്ഷൻ സി SDMA, ഓപ്ഷൻ ഡി CDMA. അപ്പം സോഫ്റ്റ് ഹാൻഡ് ഓവർ വരുന്നത് ഏതിൻ്റെ അതാണ്? CDMAയിലാണ് അല്ലേ. CDMAയിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ഹാൻഡ് ഓവർ വരുള്ളൂ. അതായത് നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത ബേസ് സ്റ്റേഷനിലേക്ക് മാറുമ്പോൾ നമുക്ക് റീകണക്റ്റ് ആവാണ്ട് കോൾ കട്ട് ആവാണ്ട് തന്നെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ CDMAയിലാണ് അത് നടക്കുകയുള്ളൂ. CDMA എന്ന് പറയുമ്പം കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സിസ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 92. The operation subsystem of GSM has OMC, AUC and EIR. Here EIR stands for options A Enhanced Identity Register, option B Equipment Identity Register, option C Electronic Identity Register, option D Equipment Inbuilt Register. എന്താണ് EIR എന്നുള്ളതിൻ്റെ ഫുൾ ഫോം പറയുന്നത്? എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ ആണല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 93. Crosstalk from 2 different radio transmitter using the same channel may result in dash. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? എ adjacent channel interference, option B multiple axis interference, option C co-channel interference, option D self interference. സെയിം ചാനലിൽ ഉള്ള 2 ട്രാൻസ്മിറ്റർ തമ്മിലുള്ള ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത്? co-channel interference ആണല്ലേ. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 94. Dash resolves the problem of limited radio spectrum. Options A handover, option B cell splitting, option C frequency hopping, option D MAC.
അപ്പം നമുക്ക് ലിമിറ്റഡ് റേഡിയോ സ്പെക്ട്രം എന്നുള്ളത് ആ ഒരു പ്രോബ്ലത്തിനെ റിസോൾവ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സെൽ സ്പ്ലിറ്റിംഗ് വഴിയാണല്ലേ. നമുക്ക് മോർ നമ്പർ ഓഫ് സെൽസ് അവൈലബിൾ ആകും. അപ്പം ഓപ്ഷൻ ബി സെൽ സ്പ്ലിറ്റിംഗ് ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 95. The statistical measure of the range of frequency over which this channel can be considered flat is known as dash. Options A. Coherence time. Option B. Transmission bandwidth. Option C. Coherence bandwidth. Option D. Propagation time. എന്താണ്? Coherence bandwidth ആണല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 96. In a GSM system, identify the function of MSC. Options A. Take care of handoff from one BTS to other. Option B. Store dynamic information while logged onto GSM. Option C. Coordinate all the activities of base station and connect the entire cellular system to PSTN. Option D. All of the above. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന MSCയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്നാണ്. MSCയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാ വരുന്നത്? കോർഡിനേറ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ബേസ് സ്റ്റേഷൻ ആൻഡ് കണക്ട് ദ എൻറ്റയർ സെല്ലുലാർ സിസ്റ്റം ടു PSTN. PSTN എന്താണ്? പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്ക് അല്ലേ. അപ്പം ഓപ്ഷൻ സി ആണ് MSCയുടെ മെയിനായിട്ട് വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Next, question number 97. In GSM, dash is used to separate uplink and downlink frequency. Options A. TDM. Option B. FDD. Option C. TDD. Option D. FDM. അപ്ലിങ്കും ഡൗൺലിങ്കും സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ ബി FDD ആണല്ലേ. ഫ്രീക്വൻസി ഡിവിഷൻ ഡ്യൂപ്ലെക്സിംഗ് ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 98. Suppose there are n channel in a cellular system and each channel is allocated k channel. The total number of available channel is given by. Options A is equal to n plus k. Option B is equal to k divided by n. Option C is equal to n divided by k. Option D is equal to k star n or k multiplied by n അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സെൽസ് എന്നും നമ്പർ ഓഫ് ചാനൽസ് പെർ സെല്ല് കെയും ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ ചാനലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്പർ ഓഫ് സെൽസ് ഇൻറ്റു നമ്പർ ഓഫ് ചാനൽ പെർ സെല്ലാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. പക്ഷേ PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് സിലബസിൽ ഇത് പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ആൻസർ അറിഞ്ഞിരിക്കുക. എസ് ഈക്വൽ ടു ആണ്. അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കും കൂടി ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയില്ല. എസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 99. ബിഫോർ എ സബ്സ്ക്രൈബർ ക്യാൻ യൂസ് എനി സർവീസ് ഫ്രം GSM നെറ്റ്വർക്ക് he must be authenticated. This authentication is based on options A. ISDN. Option B. SIM. SIM. Option C. DTMF. Option D. BTS. എന്താണ്? ഒരു സബ്സ്ക്രൈബർ ഫസ്റ്റ് ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? സിം ആണല്ലേ. സിം എന്ന് പറയുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മോഡ്യൂളാണ് സിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി സിം ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 100. നിയർ ഫാർ എഫക്റ്റ് ഈസ് എ സിവിയർ പ്രോബ്ലം ഇൻ വയർലെസ് നെറ്റ്വർക്ക് യൂസിങ് ഡാഷ്. ഓപ്ഷൻസ് എ TDMA. ഓപ്ഷൻ ബി FDMA. ഓപ്ഷൻ സി SDMA. ഓപ്ഷൻ ഡി CDMA. നിയർ ഫാർ എഫക്റ്റ് വരുന്നത് ഏതിൻ്റെ കേസിലാണ്? CDMA. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സിസിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് എന്തെന്ന് പറയുന്നത്? നിയർ ഫാർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൽ സെയിം ഫ്രീക്വൻസി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നിയർ ഫാർ എഫക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഈ ഒരു സീരീസിൽ ലാസ്റ്റ് സെറ്റ് വന്നിട്ട് ഒരു 25 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.